അപ്പോൾ നമ്മൾ അമൂലുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നെല്ലാം കണ്ടു. ഇനി നമുക്ക് കാണാൻ പോകുന്നത് അഹല്യയുടെ തന്നെ ഹെർബൽ ഗാർഡൻ ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതും അവിടെ കൂടുതൽ കാഴ്ചകളെല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ ആലപ്പുഴയുടെ സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ സേതു ഡോക്ടറാണ്. ഡോക്ടറോട് തന്നെ കൂടുതൽ വിവരങ്ങളെല്ലാം ചോദിച്ചറിയാം. അപ്പം നമ്മളിവിടെ നിൽക്കുന്നത് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ദ്രവ്യഗുണ വിഭാഗം, അതായത് ഔഷധ ചെടികളെ പറ്റി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ദ്രവ്യഗുണം. അപ്പോൾ ആ ദ്രവ്യഗുണ വിഭാഗത്തിൻ്റെ മാത്രം ഒരു ഹെർബൽ ഗാർഡൻ. പുറമേ എല്ലാ ചെടികളും വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അകത്ത് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ സിലബസിന് അനുസൃതമായിട്ടുള്ള ചെടികളെ ഏകീകരിച്ചുകൊണ്ട് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗാർഡനകത്തുള്ള ചെടികളെല്ലാം പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. അപ്പം നമ്മളെ ഒരുവിധം ഇപ്പൊ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് പറഞ്ഞല്ലോ, ഋഷഭാദ്രി. ഇതൊരു സംസ്കൃതം പേരാണ്. ജസ്റ്റ് ഒരു ഔഷധ ഉദ്യാനം എന്നാണ്. അതിപ്പം ഔഷധ ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഹെർബൽ ഗാർഡൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് തന്നെയാണ് അതിന്റെ ഒരു സംസ്കൃതം വേർഡാണ്. അതെ 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 അതെ. അപ്പം നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ചെടികളെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് സിലബസ് അനുസരിച്ചിട്ട് അവർക്ക് പഠിക്കാൻ ഈ ഒരു 5.5 വർഷത്തെ കോഴ്സിനകത്ത് അവർക്ക് പ്രാക്ടീസിലും മറ്റും അവർക്ക് സഹായകരമാവുന്ന എല്ലാ രീതിയിലുള്ള ഔഷധ ചെടികളെ വെച്ച് പിടിപ്പിച്ച് അവർക്ക് അതിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും അതിൻ്റെ ഗുണവും അതിൻ്റെ പ്രയോഗവും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ് ശരിക്കും ദ്രവ്യഗുണ വിജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പല നാട്ടിൻപുറത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുള്ള പല ഇപ്പം ദശമൂലങ്ങൾ, പിന്നെ ചുക്ക്, കുറുന്തോട്ടി, പിന്നെ നമ്മളുടെ തിപ്പലി, ഈ പറയുന്ന എല്ലാ ചെടികളും നമ്മൾ പല രീതിയിൽ ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ച് നമ്മളിവിടെ വെച്ചേക്കുന്നത്. അതായത് ചെടികളുടെ കീഴെ തന്നെ ഇപ്പം ഈ നിൽക്കുന്ന നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന രാമച്ചം, അതെ രാമച്ചമാണ്. അപ്പം നമ്മൾ ഓരോ ചെടികളുടെയും കീഴിൽ അതിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം. അതിപ്പം അതിൻ്റെ ശാസ്ത്രീയ നാമമാണ്. അതെ, ഉഷീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഫാമിലി, അതിൻ്റെ ഏത് വിഭാഗത്തിൽ അത് പെടുന്നു, അതിൻ്റെ മലയാളം പേര്. അതെ അതെ, അതിൻ്റെ മലയാളം പേര്. അപ്പം ഏകദേശം ഇതിപ്പോൾ 1 ഏക്കറോളം വലിപ്പമുള്ള ഒരു നമ്മളുടെ ഹെർബൽ ഗാർഡനാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട രീതിയിലുള്ള എല്ലാ ചെടികളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ ഓരോ സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആ ഒരു സെക്ഷൻ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ആയുർവേദത്തിൽ പൊതുവെ പറഞ്ഞിട്ടുള്ള ദശമൂലങ്ങൾ, മിശ്രകവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാണ് ആയുർവേദത്തിൽ അത് പറയുന്നത്. അതായത് അഷ്ടവർഗ്ഗങ്ങൾ, ദശമൂലം, പിന്നെ പഞ്ചവൽക്കലങ്ങൾ, നാൽപ്പാമരങ്ങൾ, ഇതെല്ലാം നമ്മൾ പല രീതിയിൽ നമുക്കൊരു പ്ലാന്റ്, ഒരു ഹെർബൽ ഗാർഡനകത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കും. പക്ഷേ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ചെടികളെല്ലാം ഒരുമിച്ച് നട്ടുപിടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും എളുപ്പമുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ ഇപ്പം ഒരേ ഗുണമുള്ള ചെടികളെ ഒരുമിച്ച് നടുമ്പോൾ ആ ഒരു ഗ്രൂപ്പായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ അക്കാഡമിക് വൈസ് വളരെ എളുപ്പമാണ് കുട്ടികൾക്ക്. ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് മൊത്തം. അപ്പം പല പേരുകളും നമുക്ക് നാട്ടിൻപുറത്ത് കേട്ട് പരിചയമുള്ള പേരുകളായിരിക്കും, പക്ഷെ അതിൻ്റെ സംസ്കൃത പേര് പറയുന്ന സമയത്ത് പലർക്കും അറിയത്തില്ല. അതെ അതെ അതെ. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് കുട്ടികൾക്ക് സിലബസിൽ കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു 342ഓളം സ്പീഷീസ്, 342ഓളം ചെടികളുടെ സ്പീഷീസുകൾ ആയുർവേദത്തിൽ പറയുന്ന ചെടികളുടെ സ്പീഷീസ് നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം 10,000ഓളം ചെടികൾ മാത്രമായിട്ടുണ്ട്. അതെ, ഇപ്പം ഈ 1.5 ഏക്കർ മാത്രമല്ല, നമ്മൾ ഈ ക്യാമ്പസ്, അഹല്യയുടെ ക്യാമ്പസ് മൊത്തമായിട്ട് നമ്മൾ ഏകദേശം 10,346ഓളം ഔഷധ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പല ഭാഗങ്ങളായിട്ട് നമ്മളുടെ അഹല്യയുടെ തന്നെ ഒരു വിഭാഗമുണ്ട്, ഗ്രീൻ അഹല്യ എന്ന് പറഞ്ഞിട്ട്. എക്സ്ക്ലൂസീവ്ലി ഔഷധ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ക്യാമ്പസ് എടുത്തൊരു ഇനിഷ്യേറ്റീവാണ്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു തനതായ സഹായം നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇത് കൊണ്ടു നടക്കാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിൻ്റെ ബോർഡിൻ്റെ പ്രൊഡക്ഷൻ, അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒരു സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഗവൺമെൻറ് ബോഡീസ് ആയിട്ടുള്ള നാഷണൽ മെഡിസിനൽ പ്ലാൻ ബോർഡ്, സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻ ബോർഡ്, അത് അവരുടെയൊക്കെ ഫണ്ടിങ്ങും പല റിസർച്ച് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനുള്ള അവരുടെ ഫണ്ടിങ്ങുകളും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്.
പിന്നെ ഇതിനകത്ത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉദ്ദേശിച്ച് മാത്രമാണ് സൂക്ഷിക്കുന്നത്. അതപ്പം ബാക്കി പുറമെ കുട്ടികൾക്ക് എല്ലായിടത്തും പോയി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഫോർ ദ പർപ്പസ് ഓഫ് അക്കാഡമിക്സ് നമ്മൾ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ ഹെർബൽ ഗാർഡൻ എന്നുള്ള പറഞ്ഞ പേരിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അഹല്യയുടെ ക്യാമ്പസിൽ ഫുള്ള് നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ അഹല്യ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏകദേശം 37 തീമാറ്റിക് ഗാർഡനുകൾ. ഓരോ തീം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു തീം ഞാൻ പറഞ്ഞു തരാം. ഡൈ, അതായത് നമ്മളുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന കളറ് നൽകാൻ ഉപയോഗിക്കുന്ന ഡൈ പല രീതിയിൽ പല ചെടികളിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിക്കാം. ആ ചെടികളെല്ലാം ഒരു കാറ്റഗറി, അങ്ങനെ 37 തീമുകളായിട്ട് ഗ്രീൻ അഹല്യ ചെടികളെ മാറ്റിയിട്ടുണ്ട്. അപ്പം ത്രൂ ഔട്ട് ദ ക്യാമ്പസ് നിങ്ങൾക്ക് പല ഇപ്പം കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു, അതായത് നക്ഷത്രവനങ്ങൾ, നമ്മളുടെ ജന്മനക്ഷത്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഔഷധ ചെടികൾ, അവരുടെ പ്രസൻസ് നമ്മളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അവരുടെ ഉപയോഗം നമ്മളുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം, ഇതൊക്കെ ആയുർവേദത്തിൻ്റെ ഭാഗത്ത് വെച്ച് ഞങ്ങൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്യും. അവർ പക്ഷേ അതിൻ്റെ കാറ്റഗറി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളവർ അവരൊരു ബൊട്ടാനിക്കൽ വിഭാഗമാണ്, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു മെഡിസിനൽ വിഭാഗമാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ അമ്മൂലേക്ക് ഇവിടുന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അതെ, ഇവിടുന്ന് ഫുള്ള് നമ്മൾ അങ്ങനെയാണോ? അല്ല, ഇപ്പം ചില ചെടികൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരുപാട് ചെടികൾ കുട്ടികൾക്ക് വേണ്ട ചെടികൾ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ചില ചെടികൾ കേരളത്തിൽ വളരുന്ന ചെടികളല്ല. അപ്പം നമുക്ക് വളരെ റെയറായിട്ടുള്ള സ്പീഷീസ് ഞങ്ങളിവിടെ KFRI പീച്ചി, തൃശ്ശൂരിനടുത്ത് പീച്ചി KFRI പോലത്തെ സ്ഥലങ്ങളിൽ പോയി അവിടുന്ന് കളക്ട് ചെയ്ത് വന്ന് ഇവിടെ കുട്ടികൾക്കായിട്ട് ഇവിടെ നട്ടുപിടിപ്പിച്ച് സൂക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള ചെടികളിൽ നിന്നും നമുക്ക് അത്ര ഉൽപ്പാദനശേഷി കിട്ടത്തില്ല. പക്ഷേ ഈ ഭാഗത്ത് പാലക്കാട് മാത്രമായിട്ട് വളരുന്ന നല്ല ഔഷധ ചെടികളുണ്ട്. അത് വളരെ വ്യാപകമായിട്ട് വളരുന്ന ചെടികളുണ്ട്. അങ്ങനത്തെ ചെടികളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് ആ ചെടികളിൽ നിന്ന് മാത്രമായിട്ട് കിട്ടുന്ന നല്ല നല്ല പ്രൊഡക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അമ്മൂലേക്ക് കൊടുക്കും. അതെ, ആക്ച്വലി ഡോക്ടർ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടാത്ത പല എന്താ പറയുക ഇതുപോലത്തെ ഔഷധ സസ്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് കാണിച്ചു തരണം. അത് കൂടാണ്ട് ഞാൻ വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. കാരണം ഈ മുളയെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണുന്ന, അല്ലെങ്കിൽ എല്ലായിടത്തും അല്ല എന്നാലും ഒരുവിധമൊക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണ്, അല്ലെങ്കിൽ ഒരു ചെടിയാണ്. അപ്പോൾ ചെടി എന്ന് വിളിക്കാൻ പറ്റുമോ ഇതിനെ? ഔഷധ സസ്യം എന്ന് വിളിക്കാം. അതെങ്ങനെയാണ് അത് ഔഷധ സസ്യം ആകുന്നതെന്നുള്ള ഒരു, അല്ല, ഇപ്പം ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാനം വെച്ചിട്ട് എല്ലാ ചെടികളും, നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ ചെടികൾക്കും ഔഷധ ഗുണമുണ്ട്. നമുക്കതിനെ പറ്റിയുള്ള അറിവാണ് അതിൻ്റെ ഔഷധത്വം നൽകുന്നത്. ഇപ്പം പണ്ടത്തെ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ താഴെ കാണുന്ന എല്ലാ ചെടികൾക്കും അവരൊരു പേരുണ്ടാവും. അവർക്ക് അത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഒറ്റമൂലികളുണ്ടാവും. അപ്പം മുളയാണെങ്കിൽ പോലും വളരെ വിപുലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണ് ശരിക്കും ഈ പറയുന്ന മുള എന്ന് പറഞ്ഞാൽ. ബംബൂസ അരുണ്ടിനേസി എന്ന് ശാസ്ത്രീയ നാമത്തിൽ വിളിക്കുന്ന മുള. നമ്മളുടെ ശ്വാസകാസ രോഗങ്ങളിലൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്ന മുള കർപ്പൂരം എന്ന് പറയും. വംശലോചന എന്ന് പറയുന്ന ഒരു ഔഷധ ദ്രവ്യമുണ്ട്. അതുണ്ടാക്കുന്നത് തന്നെ ഇതിനാണ്. അപ്പം ആയുർവേദത്തിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ജഗത്യവ മനൌഷധം. ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾക്ക് ചുറ്റുപാടും കാണുന്ന ഒന്നിനും ഔഷധ ഗുണം ഇല്ലായ്മയില്ല, എല്ലാത്തിലും ഒരു ഔഷധ ഗുണമുണ്ട്. നമ്മളത് അറിയുമ്പോഴാണ് അതിൻ്റെ യൂട്ടിലിറ്റി വർദ്ധിക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ നാട്ടുപുറത്തൊക്കെ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന വാദംകൊല്ലി എന്ന് പറയുന്നത്. അപ്പം അതെ അതെ, വാദംകൊല്ലി എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം നാട്ടുപുറത്തൊക്കെ ഒട്ടുമിക്ക പ്രായമായവരെല്ലാം ഉപയോഗിക്കുന്ന, അസ്ഥിസന്ധി വേദനകൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. വാദംകൊല്ലിയുടെ നീരായിട്ട് കഷായമായിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ റെയർ പ്ലാന്റ്സ് ആൻഡ് സ്പീഷീസ് നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ അഹല്യ ക്യാമ്പസിൽ വളരെ ഈ ഔഷധ ചെടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് മയില്. അതെ, ഒരെണ്ണത്തിന് കണ്ണില്ല, ഇത് കണ്ടോ, കണ്ണില്ല, ബാക്കി 3 കണ്ണുണ്ട്. നല്ല രസമുണ്ടല്ലേ? ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം അതും നമ്മൾ അതുങ്ങളെ ഉപദ്രവിക്കുന്നില്ല, അതുങ്ങൾ നമ്മളുടെ ഭാഗത്തോട്ട് അധികം വരാറില്ല. പക്ഷേ ഗാർഡനിൽ ഒട്ടുമിക്ക ക്യാമ്പസ് ഫുള്ള് നോക്കി നടന്നു കഴിഞ്ഞാൽ സ്ഥിരം കാണാം. നമുക്ക് അങ്ങനെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പക്ഷിയാണ് ഈ പറഞ്ഞ പോലെ.
അവിടെ കാക്കേനൊക്കെ കാണുന്ന പോലെ ഞങ്ങൾക്ക് മീൻസ് ഞാൻ കൊച്ചിന്ന് തന്നെ. അപ്പൊ എന്നെ സംബന്ധിച്ച് മയിലിനെയൊക്കെ കാണാന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്. കാണുന്നവരിലുണ്ടെങ്കിൽ നമുക്ക് ആ എന്താ ഇല്ലാത്ത നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നട്ടു എന്ന് പറഞ്ഞില്ലേ. ഇതിപ്പം ഈ ചെറിയൊരു ചെടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ ചെടികളായിട്ടാണ് നമ്മൾ പുറത്ത് പോയി പ്രൊക്വയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിപ്പം മലങ്കാരം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ വിളിക്കുന്ന ഒരു ചെടിയാണ് മലങ്കാരം. അപ്പം ആയുർവേദത്തിന്റെ ഒരു മെയിൻ കൺസെപ്റ്റാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീടോക്സ് ഒക്കെ പലരും കേട്ടിട്ടുണ്ടാവും. അതായത് പലരും ചോദിച്ചു വരുന്ന, ഇപ്പം ആയുർവേദത്തെ പറ്റി അധികം അറിയാത്ത ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡീടോക്സ്. ഡീടോക്സ് എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള വിഷാംശം, അതേപോലെ ശരീരത്തിന് വേണ്ടാത്ത സാധനങ്ങളെ പുറത്ത് തള്ളാൻ കഴിവുള്ള, അത് പല രീതിയിലും നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത്. മലങ്കാരം എന്ന് മലയാളത്തിൽ പറയുന്ന, സംസ്കൃതത്തിലെ മദനഫലം എന്നാണ് ഇതിന് പറയുന്നത്. മദനഫലം. ഇതിൻ്റെ സീഡ്സാണ് നമ്മൾ പൊടിച്ച് ഛർദ്ദിപ്പിക്കൽ. വമനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, ഒരു ചികിത്സാ രീതിയുണ്ട്. അതിനകത്ത് ഇപ്പം നമ്മൾ ഇതും ഉപയോഗിച്ചുണ്ടാക്കുന്ന മെഡിസിൻസ് നമ്മൾ കൊടുത്തതിന് ശേഷം പേഷ്യൻസിനെ ഛർദ്ദിക്കാൻ വെക്കും. അവരുടെ ഉള്ളിലുള്ള ദോഷങ്ങളെന്ന് ആയുർവേദത്തിൽ പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന എലമെൻസിനെയാണ് നമ്മൾ ദോഷം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ദോഷങ്ങളെ പുറത്ത് കളയാൻ സഹായിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണ്. അതെ. ഇതേപോലെ ത്രൂ ഔട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ചെറിയ ചെടിയാണ്. കാര്യം ഇവിടെ വളരാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും ഡോർമെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മളുടെ നാട്ടിൽ വളരെ കുറച്ച്, ഇപ്പം എല്ലാ ചെടികളും എല്ലാ നാട്ടിലും വളരില്ല. അതെ, എല്ലാ മണ്ണിനും ചേരുന്നതല്ല. ഇപ്പം ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ചെടികളുണ്ട്. അവരൊക്കെ നമുക്കിവിടെ കിട്ടാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള ചെടികളുടെ വളരെ റീജിയണലായിട്ടുള്ള സ്പീഷീസ് മാത്രം നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റും. പക്ഷെ അത് കൊണ്ട് വെച്ചാൽ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്നത് കണ്ട് പ്ലക്ഷം, അത്തി, ഇത്തി, അരയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പാമരം, അത്തി, ഇത്തി, അരയാൽ, പേരാൽ, അതെല്ലാം നമ്മുടെ ഒരു കാറ്റഗറി ആയിട്ടാണ്. പിന്നെ അത് കൂടാതെ ഈ കൊച്ചു ഇതിപ്പം കുളത്തിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കാണുന്നതാണ്. കൊടങ്ങൽ എന്ന് മലയാളത്തിൽ പറയുന്ന, അതെ, അതൊക്കെ ആയുർവേദത്തിൽ തലച്ചോറിൻ്റെ ബ്രഹ്മി മണ്ടൂകവർണ്ണി എന്നാണ് ഇതിന് പറയുന്നത്. കൊടങ്ങലും ഉണ്ട്, അതേപോലെ ബ്രഹ്മിയും ഉണ്ട്. അതെ, അത് രണ്ടും നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്ന, ഓർമ്മശക്തി കൂട്ടാനും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മെഡിസിനായിട്ട് കൊടുക്കാം. പിന്നെ പ്രായമുള്ളവർക്ക് വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതെ. വേറെ ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടറെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ചു കൊണ്ടുവച്ചത്. ഇപ്പം പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ചെടികളെ അതിൻ്റെ ബോർഡുകൾ അടിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ ഇവിടുത്തെ നമ്മളുടെ ഗാർഡനേഴ്സിനെ വെച്ചിട്ട് അതിനൊരു തടം വെച്ച് അതിനെ നമ്മൾ അതെ. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളുടെ പാതിരിയുണ്ട്. അല്ല അത് പിന്നെ നമ്മളുടെ നാഡി ഹിങ്കു എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. വളരെ നാട്ടിലധികം കാണാൻ പറ്റാത്തൊരു ചെടിയാണ്. ഗാർഡേനിയ ഗമ്മിഫറ എന്ന് മലയാളത്തിൽ ശാസ്ത്രീയ നാമത്തിൽ പറയുന്ന. ഹിങ്കു എന്ന് പറഞ്ഞാൽ കായം, അതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ് നാഡി ഹിങ്കു എന്ന് പറയുന്നത്. ഉണ്ടോ അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടോ, റെസിനുണ്ടോ? അതിനൊരു ഏകദേശം മാർച്ച് ഏപ്രിൽ ആവുന്ന സമയത്ത് അതിൻ്റെ ഭാഗത്ത് ചെറിയ റെസിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം കായത്തിൻ്റെ തന്നെ അല്ല അതിൻ്റെ ഒരു ചെറിയ റെസിനായിട്ട് വരും. അല്ല നമ്മളെ കായത്തിൻ്റെ ഏകദേശം അതേ റെസിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ തടിയിൽ നിന്ന് ഊറി വരുന്ന സാപ്പിനെയാണ് നമ്മൾ റെസിൻ എന്ന് പറയുന്നത്. അപ്പം അത് അതേപോലെ ഇതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഊറി വരും. അപ്പം അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹിങ്കു എന്ന് പറഞ്ഞാൽ കായമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തന്നെ രൂപസാദൃശ്യം അത്ര ഇല്ലെങ്കിൽ പോലും അതിൻ്റെ മണം ഏകദേശം നോക്കിയാൽ അതേപോലെ തന്നെ മണം പകരുന്നൊരു ചെടിയാണ്. പിന്നെ ഈ പറയുന്ന മദയന്തിക അങ്ങേയറ്റത്ത് നോക്കിയാൽ നമ്മളെ സാധാരണ മൈലാഞ്ചി കുട്ടികളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അതും ആയുർവേദ ഔഷധം തന്നെയാണ്. അതെ. ഇതാണോ ഡോക്ടർ പറഞ്ഞ മറ്റേ അല്ല അത് വേറെയാണല്ലേ? ഏതാണ്? ഡൈ ചെയ്യുന്നതൊക്കെ തീമായിട്ട് നമുക്ക് പുറത്ത് വേറെ ഒരു ഗാർഡൻ തന്നെ ഉണ്ട്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് മാത്രമായിട്ട്. അതെ. അവരുടെ സിലബസിൽ ഏകദേശം 250ഓളം ചെടികൾ അവർക്ക് പഠിക്കാനുണ്ട്. 250 ഡീറ്റെയിലും ഉണ്ട്, 125 നോൺ ഡീറ്റെയിൽ ഡ്രഗുകളുണ്ട്.
അത് വളരെ ഇൻഡെപ്തിൽ അതിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ രസപഞ്ചകങ്ങൾ, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഗുണങ്ങൾ, അത് ഏതൊക്കെ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നു, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞങ്ങളുടെ വിഭാഗത്തിൽ അവരെ പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റിലുള്ള അല്ലേ എല്ലാത്തിലും ഔഷധമുണ്ട്. നമ്മളത് എങ്ങനെ കാണുന്നു എന്നുള്ള അനുസരിച്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആയുർവേദം എത്രത്തോളം നമ്മളിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതിലൊരു ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല അല്ലേ? ആയുർവേദം ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ബോധവൽക്കരിച്ചെടുക്കുക. പണ്ടത്തെ ആൾക്കാർക്ക് ആയുർവേദത്തിനെ പറ്റി നല്ലൊരു അറിവുണ്ടായിരുന്നു, ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. നമുക്ക് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ശരിക്കും നേച്ചറിൻ്റെ തന്നെ ഒരു എലമെൻറ്റ് നമുക്ക് ശരീരം. ആയുർവേദം പറയുന്നത് അത് തന്നെ, പഞ്ചമഹാഭൂതങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത്. നമ്മൾ ഈ കാണുന്ന ചെടികളും ഈ കാണുന്ന മൃഗങ്ങളെല്ലാം പഞ്ചമഹാഭൂതങ്ങൾ ചേർന്നിട്ടാണ്. അപ്പം നമ്മളുടെ ഉള്ളിലെ ഒരു അസുഖം മാറ്റാൻ ഏറ്റവും ശരീരത്തിന് അനുയോജ്യമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. അത് നമുക്ക് ഏറ്റവും അറിഞ്ഞു തന്ന ഒരു ഗിഫ്റ്റാണ് ശരിക്കും ആയുർവേദം. അതിലുള്ള മിസ്കൺസെപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ പല പല ഡോക്ടർമാരും അല്ലെങ്കിൽ പല പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണകൾ ശരിക്കും നമ്മളുടെ മീഡിയ വഴിയും അല്ലെങ്കിൽ നമ്മളുടെ പൊതുജനങ്ങളിൽ ഒരുപാടുണ്ട്. അതായത് ആയുർവേദം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഗുണമില്ല, അല്ലെങ്കിൽ ഗുണം ഒരുപാട് താമസിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല. ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നല്ലൊരു രീതിയിൽ ഒരു ബോധവൽക്കരണം ശരിക്കും ആയുർവേദത്തിൽ ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാളത്തെ തലമുറയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുക, മാക്സിമം ആൾക്കാരെ ഇതിനകത്തേക്ക് അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഞങ്ങളും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആയുർസ്വസ്തി അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. എനിവേ ഡോക്ടർ, ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മുള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് അറിവുള്ളതായിരുന്നില്ല. മേ ബി എൻ്റെ വ്യൂവേഴ്സിനും ചിലപ്പോൾ അറിയണ്ടാവും, അറിയാതിരിക്കുന്നുണ്ടാവും. എനിവേ എന്താണെങ്കിലും ഈ ഒരു പ്രീഷ്യസ് ടൈം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സേതു ഡോക്ടർ.